കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ CPM ഇടപെടുന്നു. GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു. GCDA എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് മുന്നെയാണ് CPM ജില്ലാ നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ് ജോസഫ്, മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ കടക്കുന്നു. CPM ഇടപെടുകയാണ്. വിശദ വിവരങ്ങൾ എന്തൊക്കെ? കലൂർ സ്റ്റേഡിയം സംബന്ധിച്ച വിവാദങ്ങളിൽ ഇനിയും ഒരു വ്യക്തമായ മറുപടി നൽകാൻ പൂർണ്ണമായും GCDAക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, വിവാദം കൈവിട്ടു പോകുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് CPM ജില്ലാ നേതൃത്വം ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഇന്നലെ DCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കടന്നു എന്നാണ് GCDAയുടെ പരാതി. DCC അധ്യക്ഷനും മറ്റ് ജനപ്രതിനിധികളും ഉൾപ്പെടെയാണ് സ്റ്റേഡിയത്തിലെത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രസ്താവനയുമായി CPM ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയം കലർത്തുകയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ചെയ്യുന്നത് എന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറിയുടേതായി വന്ന പ്രസ്താവന. അതിന് പിന്നാലെയാണ് ഇന്ന് GCDA എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് തൊട്ടു മുൻപായി ഇപ്പം CPM എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള ഉൾപ്പെടെയുള്ള അംഗങ്ങൾ CPM പാർട്ടി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം GCDA ചെയർമാൻ ഒരു വിശദീകരണം നൽകി എങ്കിൽ തന്നെ പിന്നെയും ഒട്ടേറെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്, ഒട്ടേറെ സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല, അതിനുശേഷം ഒട്ടേറെ വാർത്തകൾ പുറത്തുവരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വിവാദം തണുപ്പിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാവും, ഒപ്പം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് GCDA എക്സിക്യൂട്ടീവ് ഇന്ന് 11 മണിക്കാണ് യോഗം ചേരുന്നത്. ആ യോഗം ചേരുന്നതിന് തൊട്ടു മുൻപായി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം CPMന്റെയും ഒപ്പം GCDAയുടെയും ഒക്കെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ സ്പോൺസറുടെ തന്നിഷ്ടപ്രകാരം യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ് ഈ യോഗത്തിലേക്ക് കയറുന്നതിന് മുൻപായി GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള പറഞ്ഞത്. GCDA അറിഞ്ഞുകൊണ്ട് മാത്രമാണ് പുതിയ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നിർവഹിച്ചത്. 65 ലക്ഷം രൂപ മുടക്കി GCDA സമീപകാലത്ത് ചെയ്ത പെയിന്റിങ്ങിന് മുകളിൽ അതിന്റെ ഗ്യാരണ്ടി നഷ്ടപ്പെടും വിധം മറ്റൊരു പെയിന്റ് സ്പോൺസർ തന്നിഷ്ടപ്രകാരം പൂശിയതായി രാവിലെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനുള്ള പ്രതികരണമായി K ചന്ദ്രൻപിള്ള പറഞ്ഞത് GCDA അറിയാതെ സ്പോൺസറുടെ തന്നിഷ്ടപ്രകാരം യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്നാണ്. അതേസമയം ഡിസംബർ മാസത്തിൽ ISL മത്സരങ്ങൾ നടക്കും. പിന്നാലെ മാർച്ച് മാസത്തിൽ മെസ്സി ഉൾപ്പെടെ അർജന്റീനിയൻ ടീമിന്റെ സന്ദർശനം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് GCDA ചെയർമാൻ പുലർത്തുന്നത്. ഇന്ന് 11 മണിക്ക് GCDA ഓഫീസിൽ വെച്ചാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അജണ്ടയിൽ ഇല്ല എങ്കിൽ തന്നെ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും. മാത്രവുമല്ല, 65 ലക്ഷം രൂപ മുടക്കി നടത്തിയ പെയിന്റിങ്ങിന് മുകളിൽ സ്പോൺസർ തന്നിഷ്ടപ്രകാരം മറ്റൊരു പെയിന്റിംഗ് അടിച്ചത് GCDAക്ക് നഷ്ടം വരുത്തി അല്ലെങ്കിൽ വാറന്റി നഷ്ടമാക്കി എന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അജണ്ടയായി വരുന്നുമുണ്ട്. ശരി.